ഹലോ ഫ്രണ്ട്സ്, കേരള കാസിൻ്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ അങ്ങനെ ഡൽഹിയിൽ എത്തിയിട്ട് നമുക്ക് അടുത്തൊരു എൻക്വയറി ഉള്ള വാഹനമായിരുന്നു ഇന്നോവ ക്രിസ്റ്റ. ഇതിപ്പോൾ നമ്മൾ 2016 Z ഓട്ടോമാറ്റിക് ഒരു CH രജിസ്ട്രേഷൻ വാഹനമാണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന തരത്തിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ്. ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോളോ എക്സ്ട്രാ ഫിറ്റിങ്സോ ഒന്നും തന്നെ കയറാത്ത ഫുള്ളായിട്ട് ഒരു പ്രോപ്പർ ഷോറൂം സർവീസ് റെക്കോർഡ് കാര്യങ്ങളുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടി ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് 2016 Z ഓട്ടോമാറ്റിക്. 2016 ഓഗസ്റ്റ് വണ്ടിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും കിടക്കുന്നത്. വശങ്ങളിലെയോ മെയിൻ ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പരിക്കളൊന്നും വന്നില്ല. പിന്നെ ഇത്രയും വർഷം യൂസ് ചെയ്തതിൻ്റെ ലെവലിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. നല്ലതാണ്. ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെ ചെറിയ ഒന്ന് രണ്ട് ഇതൊക്കെ കാണാനുള്ളൂ. പ്രത്യേകിച്ച് ബമ്പറിലൊക്കെ കണ്ടില്ലേ ചെറിയൊരു സ്ക്രാച്ച് കാണാം. ഈ ബമ്പർ എക്സ്ട്രാ ഒരു പെയിൻറ്റ് അടിച്ചാൽ തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ ചെറിയൊരു കളർ ഫിറ്റിങ്സ് നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. വേറെ മേജറായിട്ടുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്ത നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വണ്ടി ഇതാ 1,42,667 കിലോമീറ്ററാണ് മീറ്റർ റീഡിങ് കാണിച്ചത്. ഇതിൻ്റെ ജെന്യൂൻ കിലോമീറ്റർ തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാ കൃഷികൾക്കും സംഭവിക്കുന്ന പോലെ തന്നെ ഈ ഇവിടെ ഒരു കട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഇവിടെ വരുന്ന AC വിൻഡിൻ്റെ അവിടുത്തെ കട്ടിങ് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഗിയർ നോബൊക്കെ യൂസേജ് ലെവലിൽ പരിക്കലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് ഹെഡ്ലൈറ്റിൻ്റെ അവിടെയുള്ള ക്ലാമ്പ് കാര്യങ്ങൾ പൊട്ടിയത് ഒക്കെയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഈ വണ്ടികൾ ഇൻസ്പെക്ട് ചെയ്യുന്നാലും ചില കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോക്കകത്ത് കാണിക്കാറില്ല. ചിലത് മാത്രമാണ് കാണിക്കുന്നത്. വീഡിയോയിൽ മാറ്റി മാർക്കം കഴിയുമ്പോൾ പലർക്കും പല ഡൗട്ട്സുകളായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, അത് നോക്കിയില്ല ഇത് നോക്കിയില്ല എന്നുള്ളത്. അപ്പോൾ അതിലൊരു ഉത്തരം പോലെ ഞാൻ പറഞ്ഞത് മാത്രം. ഈ വണ്ടിക്ക് അവർ ആസ്കിംഗ് പ്രൈസ് കൊടുത്തിട്ടുള്ളത് ഏകദേശം 13,500 രൂപ അടുത്താണ് കൂടുതൽ. പിന്നെ കമ്മീഷൻ വേറെ, ഇത് വേറെ, എന്താ പറയുക, NOCയുടെ പൈസ വേറെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് വണ്ടികൾ എടുക്കുന്ന ഒരു ഷോറൂം തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ പ്രൈസ് കൊണ്ടൊക്കെ നമ്മൾ ഏകദേശം സംസാരിച്ചൊരു ധാരണയ്ക്ക് എത്തിക്കാൻ പറ്റും നമുക്കൊരു ഐഡിയ ഉള്ളതാണ് നമ്മളിത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓക്കെ. അപ്പം നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് തുടങ്ങാം. നമ്മൾ പെയിൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുന്നത് മെയിനായിട്ട് റീപെയിൻറ്റ് മാത്രമല്ല, ഏത് ലെവൽ വരെ പുട്ടി കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ വണ്ടി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്നൊരു ഓടിച്ചിട്ടൊരു ചെക്കിംഗ് എന്നുള്ള ലെവലിൽ നമ്മൾ നോക്കിയായിരുന്നു. അവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കാണുന്നത്. അത് നമുക്ക് കാഴ്ച തന്നെ അറിയുന്നുണ്ട്. ഇവിടെ ഒരു എഡ്ജ് വശത്ത് കണ്ട് ചെറുതായിട്ട് അവിടെ ഒന്ന് അമങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ലെവലിൽ ഇവിടെ പെയിൻറ്റ് പൊട്ടിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവിടെ അവർ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഒരു റോഡ് സൈഡ് നിന്നിട്ടാണ് വണ്ടി നോക്കുന്നത്. ഇവിടെ നമുക്കങ്ങനെ ഒഴിഞ്ഞൊരു സ്പേസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ സൗണ്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ്റിനാണ് കേട്ടോ. ഇതിൻ്റെ കമ്പനി ഗ്ലാസ് തന്നെയാണ്. ഗ്ലാസ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഞാൻ ആദ്യമേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ ലെവലിൽ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസും കാര്യങ്ങളും മാത്രമാണ് നമുക്ക് വണ്ടിക്കകത്ത് കണ്ടിട്ടുള്ളൂ. അതൊന്നും സത്യം പറഞ്ഞ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. 2016 വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുന്നത് 2026 ജൂൺ ആദ്യത്തിലാണ്. അപ്പോൾ ഇത്രയും വർഷം അവർ ഓടിച്ചതിൻ്റെ ലെവലിൽ ഒരു 10 വർഷം ഓടിയതിൻ്റെ ലെവലിലെ പരിക്കുകളും സ്ക്രാച്ചുകളും നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒറിജിനൽ പെയിൻ്റാണ്. ഇതിൻ്റെ സർവീസ് റെക്കോർഡ് നമ്മൾ എടുത്ത സമയത്ത് തന്നെ കറക്റ്റായിട്ടുള്ളൊരു ഇത് നമുക്ക് കിട്ടിയായിരുന്നു. പ്രോപ്പറായിട്ട് എല്ലാ വർഷവും ഷോറൂമിലും കാര്യങ്ങളൊക്കെ സർവീസ് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഒറിജിനൽ പെയിൻ്റാണ്. ഒരേ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത്. വാല്യൂ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. റണ്ണിംഗ് ബൗണ്ടും തന്നെ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. ഒറിജിനൽ പെയിൻ്റാണ്. ഞാൻ നേരത്തെ റൗണ്ട് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വണ്ടി ഫുള്ളായിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വന്നിരുന്നത്. ആ സമയത്ത് നമ്മൾ കണ്ടു തന്നെയാണ് വാല്യൂ കാര്യങ്ങളെല്ലാം ഒരേ ഇതിൽ തന്നെയാണ് കിടക്കുന്നതെന്നുള്ളത്. ഈ ഡോറിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഡോറിൻ്റെ പഞ്ച് മാർക്ക് കാര്യങ്ങളാണെങ്കിൽ തന്നെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഈ ഒറിജിനൽ ഡോറിലാണ് ഈ പഞ്ച് മാർക്ക് വരുള്ളൂ. രണ്ടാമത് നമ്മൾ മേടിക്കുന്ന കോപ്പി ഡോറിലൊന്നും ഇത് വരാറില്ല. പിന്നെ ഇവിടെ അടിയിലും തന്നെ ഡ്രൈനേജ് ഹോളിലെ ഇതൊക്കെ അവർ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തുകൊണ്ട് തന്നെ വൃത്തിക്ക് തന്നെ കാണുന്നത്. അവിടെ തുരുമ്പോ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. നമുക്ക് ഈ പില്ലറുകളൊക്കെ ചെക്ക് ചെയ്യണം. ഇവിടെ എല്ലാം ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. നല്ല റൈറ്റ് ഉണ്ട്. ഇവിടുത്തെ എല്ലാം പഞ്ച് മാർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പെയിൻറ്റിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒറിജിനൽ പെയിൻറ്റിനാണ്. ഇത് വണ്ടി കണ്ടാൽ തന്നെ അറിയാം പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണെന്നത്. അതുപോലെ തന്നെ റൂഫ് ഭാഗത്തും വേറെ ചളുക്കോ കാര്യങ്ങളും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വണ്ടി നോക്കിയതിൻ്റെ മേലെ റൂഫ് നന്നായിട്ട് കുഴിയായിരുന്നു. വെള്ളം ഒഴിച്ചാൽ വെള്ളം അതിൽ കുഴി കിടക്കുന്നുണ്ട്. അത്രയും ഇതുണ്ടായിരുന്നു. ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് പറിച്ച് നോക്കാം. അപ്പോൾ അതിങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഡോറ് നോക്കിയതാണ് പുറമെ. ഈ ഡോറിൻ്റെ തന്നെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട്. അടിവശത്തും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ എല്ലാം പഞ്ച് മാർക്കുകളുണ്ട്. ഈ ഡോറിനൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ചില പഞ്ച് മാർക്കുകൾ വരുന്നുണ്ട്. അത് ഓരോ കമ്പനിക്ക് വ്യത്യസ്തമായിട്ടോ നമ്മൾ നോക്കുമ്പോൾ കാണാറ്. ഇതിൻ്റെയൊക്കെ റിസ്റ്ററൊക്കെ നമ്മൾ എല്ലാ ഭാഗത്തും കാണുന്ന സെയിം പഞ്ച് മാർക്ക് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കൂടാതെ ഈ ഡോർ പാഡിൻ്റെ ഫിറ്റിങ്സ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഐക്യം പിടിക്കൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഒന്ന് ഡിപ്പ് ക്ലീൻ കൊടുത്ത് വൃത്തിയാക്കി എടുക്കാവുന്നതിനുള്ളൂ. ഇവിടെ ചവിട്ടി കയറുന്നിടത്താണേലും
വേറെ പരിക്കുകളോ തുരുമ്പോ ഒന്നും തന്നെ കാണുന്നില്ല. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒരേ വാല്യൂ തന്നെ കാണുന്നത്. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസും കാര്യങ്ങളും നമുക്ക് കണ്ടിട്ടുണ്ട്. ഈ ഡോറിലാണെന്ന് തന്നെ ഇവിടെ കണ്ടു ചെറിയൊരു ചളുക്കം വന്നിട്ടുണ്ട്. എന്തോ തട്ടിയിട്ടുണ്ട്, പക്ഷേ ആ തട്ടിയിൽ അവർ പെയിൻറ്റ് അടിച്ചിട്ടില്ല, അതങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഒറിജിനൽ പെയിൻ്റാണ്, ഒരേ വാല്യൂ തന്നെയാണ് കാണുന്നത്. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെയും പേസ്റ്റിങ് കാര്യങ്ങൾ അതുപോലെ തന്നെ കാണാം. ഇത് ക്വാർട്ടർ പാനലോ കാര്യങ്ങളൊന്നും തന്നെ മാറിയിട്ടില്ല. പുറകുവശത്തേക്ക് വരികയാണെങ്കിൽ തന്നെ ടൈലൈറ്റിന് അങ്ങനെ പരിക്കൊന്നുമില്ല. ഇവിടെ ഈ ഒരു ഇതുണ്ട്, ഇവിടെ ചെറിയൊരു ഹോള് കാണാം. അതൊരു സ്റ്റിക്കർ എന്തെങ്കിലും വെച്ച് അടിക്കുക, അല്ലെങ്കിൽ ഇത് ഗ്ലാസ് ആയിട്ട് മാറി തരുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റി ചെയ്യേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ മോണോഗ്രാംസും കാര്യങ്ങളെല്ലാം നമുക്ക് അതുപോലെ തന്നെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ബാഡ്ജിങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. ഒറിജിനൽ പെയിൻ്റാണ്. ഇവിടെയും ചെറിയൊരു സ്ക്രാച്ച് നമുക്ക് നോക്കിയിട്ട് കാണാം. ഓക്കെ, ഒറിജിനൽ പെയിൻ്റാണ്. ഈ ഡോറിൻ്റെ തന്നെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്തിരുന്നതാണത്. കാരണം എല്ലാ അധിക വണ്ടികൾ ബാക്കൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അയച്ചു പിടിച്ചിട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ അയച്ചതിൻ്റെ ഇതിൻ്റെയൊന്നും പാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണുന്നില്ല. പിന്നെ ഈ ഒരു വശത്താണെങ്കിൽ തന്നെ ഈ ബീഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇരുന്നിട്ടൊക്കെ തുരുമ്പ് വരാറുണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ ഇതൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ കണ്ട കറക്റ്റ് ആ പഞ്ചിങ് മാർക്കോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ ഇളക്കി നോക്കിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി നമുക്ക് കസ്റ്റമർക്ക് വീഡിയോ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നമുക്ക് അയച്ചു നോക്കാം. ഇവിടെ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ എൻഡോസ്കോപ്പി ക്യാമറ ഒന്ന് വിട്ട് നോക്കാം കേട്ടോ. അവിടെ വെള്ളത്തിൻ്റെ ഇത് സാന്നിധ്യം വല്ലതും വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെ ഒരേ ഇത് തന്നെയാണ് ഇരിക്കുന്നത്. ഈ വശത്തെ ടൈലൈറ്റിന് പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഒറിജിനൽ പെയിൻ്റാണ്. ഇവിടെയും തന്നെ ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ഫോട്ടോ എടുത്ത് കാര്യങ്ങളാക്കിയിട്ട് നമ്മൾ നമ്മുടെ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കണം. ആൾ പുറത്താണുള്ളത്, വിദേശത്തുള്ളത്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെക്ക് ചെയ്തത്. ഇവിടെ ഒറിജിനൽ പെയിൻ്റാണ്. അതേപോലെ തന്നെ ഈ ഡോറിൻ്റെ തന്നെ പേസ്റ്റിങ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള പഞ്ച് മാർക്ക് കാര്യങ്ങളെല്ലാം നമുക്കത് നോക്കിയിട്ട് കാണാം. ഇവിടെ കണ്ട ഈ ഇതൊക്കെ വരുന്ന 1-2 സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പഞ്ച് മാർക്കുകൾ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അടിയിലും തന്നെ ഡ്രൈനേജ് ഹോൾസിൽ ഇതൊക്കെ ഒരു പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് അവിടെ വെള്ളം നിന്ന് തുരുമ്പൂര് കാര്യങ്ങളില്ല. നമ്മൾ ചില വണ്ടികളൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു തുരുമ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ ഒരുപാട് പാച്ച് വർക്ക് എന്നൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഡോർ പാഡൊക്കെ കണ്ടോ പ്രോപ്പറായിട്ട് നല്ല ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇതിനും തന്നെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ അടിവശത്ത് തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഉള്ളിലും കൂടി ഒന്ന് നോക്കാം. ഒറിജിനൽ പെയിൻ്റാണ്. ഇവിടെയും തന്നെ അടിയിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. തട്ടിയ പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. നല്ലൊരു വൃത്തിക്ക് തന്നെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസും കാര്യങ്ങളും മാത്രമാണ് നമുക്ക് കണ്ടിട്ടുള്ളതെന്ന് പറയാം. ഓക്കെ, ഒറിജിനൽ പെയിൻ്റാണ്. ബാക്കി ഇനി വണ്ടിയുടെ എൻജിൻ റൂം കാര്യങ്ങൾ, അണ്ടർ ബോഡി, ടയറിൻ്റെ കണ്ടീഷൻ, ഇൻറ്റീരിയർ, പിന്നെ നമുക്ക് വണ്ടി സ്കാനിങ് കാര്യങ്ങൾ കൂടി ചെയ്യും. വണ്ടിയുടെ ഇപ്പോൾ ബോഡി നോക്കിയ പോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ ആ കടന്ന ഷോറൂമിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദൂരം ഓടിച്ച് വന്നിട്ടാണ് ഇങ്ങനെ ഒരു സ്പേസിൽ നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ല ചൂടുണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കിത് തുറക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ചിലപ്പോൾ തുറന്നത് തെറിക്കും. നല്ല ഹീറ്റായിട്ടാണ് വണ്ടി നിൽക്കുന്നത്. നമ്മൾ അവിടുന്ന് വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. കൂടാതെ ഞാൻ പറയുകയാണെങ്കിൽ വണ്ടിയുടെ ഇതിനകത്ത് കിടക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ഒരു ബ്ലാക്ക് കളറിലുള്ള പുതിയൊരു ബാറ്ററിയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. വേറെ അങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ തന്നെ നമുക്ക് ഇതിനകത്ത് നോക്കിയിട്ട് കണ്ടില്ല. കൂടാതെ ഇവിടുത്തെ തന്നെ അപ്പുറമുള്ള പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല. എല്ലാ ക്രിസ്റ്റലുകൾക്കും ഒരു സമയമാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ 2 സൈഡും ക്ലാമ്പ് പൊട്ടുന്നതിൽ. ഇവിടെ കണ്ടോ ഇപ്പോൾ ഈ ഒരു ക്ലാമ്പ് പൊട്ടിയിട്ടുണ്ട്. വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതേപോലെ ഈ സൈഡിലേക്ക് വന്നാൽ തന്നെ ഇവിടെ ക്ലാമ്പ് ഉണ്ടോ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഫ്രണ്ട് അടിച്ചിട്ടോ ഇതാക്കിയിട്ടൊന്നുമില്ല. ഒരു സമയമാകുമ്പോൾ വണ്ടികൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്രോസ് ബാർ കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇവിടെ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം ഇതിൻ്റെ ഒറിജിനൽ ക്രോസ് ബാറും കാര്യങ്ങളാണ്. ഇതിൻ്റെ കണ്ട് ക്ലാമ്പ് പൊട്ടിയപ്പോൾ അവർ അതിനെ പ്ലാസ്റ്റിക് വെൽഡ് ചെയ്ത് കാര്യങ്ങൾ കറക്റ്റാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വണ്ടി പോയി നോക്കുന്ന സമയത്ത് ഒരു ഡീപ്പ് ക്ലീനിന് വേണ്ടിയിട്ട് അവർ ഇട്ടിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് വാഷ് ചെയ്തതിൻ്റെതായ ലെവലിൽ ഇത് കാണാം. എവിടെയും ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ അന്നും നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഗാർഡ് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ക്യാമറ അടുത്ത് പിടിച്ച് കാണിച്ചു തരാൻ സാധിക്കാത്തത്. നമ്മൾ നോക്കിയിട്ടാണെങ്കിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഞ്ചിൻ ഭാഗം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളിലേക്ക് നോക്കിയത്. ഇനി ഞാൻ നേരത്തെ വണ്ടി ഒന്ന് സ്കാൻ ചെയ്തിരുന്നു. ഏകദേശം ഇപ്പോൾ നമ്മളൊരു 3-4 കിലോമീറ്റർ കൂടി ഓടിയാണ്. എനിക്ക് വണ്ടി ഒന്നുകൂടി റീസ്കാൻ ചെയ്യണം. വണ്ടിയുടെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 4 ടയർ സിയറ്റിൻ്റെ പുതിയ ടയറാണ് കിടക്കുന്നത്. അത്യാവശ്യം ഒരു 10-15% വരുന്ന 4 ടയർസിനെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഇത് 31ാമത്തെ ആഴ്ച 2025 ടയറാണ് കിടക്കുന്നത്. അത് 4 ഒരേപോലെയുള്ള ടയർ തന്നെയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. അത് 4 ടയർ ഒരുമിച്ചായിരിക്കും അവർ മാറിയിട്ടുണ്ടാകും. സ്റ്റെപ്പിന് ഇതിനകത്ത് ഉണ്ടായിരുന്ന പഴയൊരു ടയറാണ് നമുക്ക് സ്റ്റെപ്പിൻ ടയറായിട്ട് കണ്ടിട്ടുള്ളത്. ഒരു ആവറേജ് ടയർ, ഒരു എമർജൻസി ഘട്ടത്തിലേക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കിടക്കുന്ന ഒരു ആവറേജ് ടയറാണ് സ്റ്റെപ്പിന് ടയർ വരുന്നത്. അത് അലോവീലിലാണെങ്കിൽ തന്നെ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. മഴ ഇവിടെ ഉണ്ടായിരുന്നു 2 ദിവസമായിട്ട്. അതിൻ്റെതായ ചളി കാര്യങ്ങളോ മാത്രമേ ഇതിനകത്ത് കാണാനുള്ളൂ. അലോവീലിലും കാര്യമായ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ. വണ്ടിയുടെ അണ്ടർ ബോഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ റാമ്പോ കാര്യങ്ങളോ സൗകര്യമില്ല. ഇങ്ങനെ കിടന്ന് കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഇന്നത്തെ എവിടെയും തന്നെ അങ്ങനെ കാര്യമായ തുരുമ്പോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ടില്ല. അതിൽ എഞ്ചിൻ്റെ കോമ്പൗണ്ട്സിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിലും തന്നെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പുറമെ കണ്ട അതേപോലെ തന്നെ ഒരു ക്വാളിറ്റി നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്താണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വണ്ടിയുടെ അണ്ടർ ബോഡിയിലാണെങ്കിൽ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തോ ചേസിലോ ഒന്നും തന്നെ നമുക്ക് തുരുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അത് കാണാറ് അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഭാഗം എന്ന് നമുക്ക് എടുത്ത് പറയാം. ഒന്ന് സത്യം പറഞ്ഞാൽ നന്നായിട്ടൊന്ന് റാമ്പിലൊക്കെ കയറ്റി ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്യേണ്ടതായിട്ട് വരും. പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് അണ്ടർ ബോഡി ചെയ്ത് ഇറക്കുന്നത് നല്ലതായിരിക്കും. ചേസിൽ എവിടെ തന്നെ അങ്ങനെ ഏച്ചുകൂട്ടിയ പാടുകളോ എക്സ്ട്രാ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതായിട്ടൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ OBD സ്കാനർ കണക്ട് ചെയ്തിട്ട് വണ്ടി ഒന്നുകൂടി റീസ്കാൻ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു റൗണ്ട് സ്കാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ നമുക്ക് എററൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ അത് ആരെങ്കിലും ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഓടി വന്ന് നമ്മൾ റീസ്കാൻ ചെയ്യേണ്ടി വരും. വണ്ടിയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. AC-യുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും നമുക്ക് AC-യുടെ ഭാഗത്ത് നിന്ന് വരുന്നൊക്കെ ഉണ്ട്. കാരണം ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിലും ചൂടിന് യാതൊരു തരത്തിലുള്ള കുറവുമില്ല. വണ്ടി റൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ഓവർ നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കേൾക്കുന്നൊന്നുമില്ല. വണ്ടി നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്കാനറിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. നമ്മൾ പലപ്പോഴും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോക്കകത്ത് ഇങ്ങനെ വണ്ടികളിങ്ങനെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ അറിയാത്ത ചില വ്യക്തികളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് ആപ്പ് വഴിയാണ് വണ്ടി സ്കാൻ ചെയ്യുന്നത്, ആ ആപ്പ് ഒന്ന് പറഞ്ഞു തരും, ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് പലരും ഫോണിൽ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. വീഡിയോയുടെ താഴെ 1-2 വട്ടം ഞാൻ അങ്ങനത്തെ കമൻറ്റുകളും കണ്ടിരുന്നു. ആ കമൻറ്റിന് പക്ഷേ നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒത്തിരി ആളുകൾ അതിനുള്ള മറുപടി വ്യക്തമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്നും അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടി സിമ്പിളായിട്ടൊന്ന് പറയുകയാണ്. അതായത് നമ്മളിത് ആപ്പ് മാത്രം വെച്ചുകൊണ്ടല്ല, ഒരു OBD സ്കാനർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കാനർ മേടിക്കാൻ കിട്ടും. ആ ഒരു സ്കാനർ കൂടെ വെച്ചിട്ടാണ് നമ്മൾ വണ്ടികൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടുന്നത്. ഇതിനകത്ത് ചിലർ ചോദിക്കും, ഇങ്ങനെ സ്കാൻ ചെയ്ത ക്രിസ്റ്റയുടെയൊക്കെ കിലോമീറ്റർ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നില്ല. ടയോട്ടയുടെ ഒക്കെ വാഹനങ്ങൾ BS6 വാഹനങ്ങളിലെല്ലാം നമുക്ക് ഇത് ചെയ്താൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ECML റെക്കോർഡ് കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും. അല്ലാത്ത വാഹനങ്ങളിൽ ECML കാര്യങ്ങൾ റെക്കോർഡ് നമുക്ക് കിട്ടാറില്ല. പിന്നെ നമ്മളിതിൻ്റെ സർവീസ് ഹിസ്റ്ററി ഡയറക്റ്റ് ഇടിപ്പിച്ച് നോക്കിയിട്ടാണ് നമ്മളിതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങൾ ജെന്യൂനിറ്റി കാര്യങ്ങൾ എപ്പോഴും പറയാറ്. അപ്പോൾ ഇത് കുറച്ചൊരു നീണ്ട പ്രോസസ്സാണ്, കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ആണെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്ത് സ്കാനിങ് ആണ്, എത്ര പെട്ടെന്ന് സ്കാനിങ് ചെയ്യണോ, ഇങ്ങനെയാണോ വണ്ടി സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കാനിങ്ങിൻ്റെ കാര്യം മാത്രം കാണിക്കാനാണ് ചിലപ്പോൾ ഒരു 1/2-3 മണിക്കൂർ ഇതിനായിട്ട് നമ്മളൊരു സമയം മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്പീഡായിട്ട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കാണിച്ച് ഇത് ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ VN കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലഡ് കയറുക അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ECML എന്തെങ്കിലുമൊക്കെ തിരിമറിയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാറില്ല, പലപ്പോഴും റിജക്ട് ചെയ്യും. പിന്നെ മാനുവലി നമ്മൾ അടിച്ചു കൊടുത്തിട്ടാണ് കയറിയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാറ്. സ്കാനിങ്ങിന് വേണ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് ഇവിടെ നമ്മുടെ സ്കാനിങ് ഏകദേശം കഴിഞ്ഞ് നമ്മൾ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ വേറെ പ്രത്യേകിച്ച് എറേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നില്ല. ആകെ വന്നത് ഇതിനകത്തുള്ള നാവിഗേഷൻ കാർഡ് റീഡ് ചെയ്യുന്നില്ല എന്നാണ്. ഇതിനകത്ത് ആ പറഞ്ഞ മെമ്മറി കാർഡ് ഇതിനകത്തില്ല, അത് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു സമയം കഴിഞ്ഞിട്ട് യൂസേജ് ഇല്ലെങ്കിൽ പലരും എടുത്ത് കളർ തന്നെയാണ് പതിവ്. ഇതിനകത്ത് നമ്മൾ റിപ്പോർട്ട് കാര്യങ്ങളെടുത്തു, നമുക്കങ്ങനെ എററോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഈ റിപ്പോർട്ട് നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണം. പിന്നെ കൂടാതെ നമ്മൾ സർവീസ് റെക്കോർഡ് എടുപ്പിച്ചിരുന്നില്ല, ആ കാര്യങ്ങളൊന്നും ആക്കി കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പ്രൈസിൻ്റെ കേസ് കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് വേണം നമുക്ക് ഇതിലൊരു ഫൈനലൈസ് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ അത് അവിടെ എത്തി. നമ്മൾ വണ്ടിയുടെ ഒറിജിനൽ RC ബുക്കാണിത്. അപ്പോൾ ഒറിജിനൽ RC ഇതൊക്കെയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്, 001 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിടക്കുന്നത് 1/8/2016 രജിസ്ട്രേഷൻ വാലിഡിറ്റി 2031 വരെ തന്നെ കിടക്കുന്നുണ്ട്. വേറെ ഇതിനകത്ത് ഫിനാൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണില്ല. ഹൈപ്പോത്തിക്കേഷനോ കാര്യങ്ങളൊന്നും തന്നെ നോട്ട് ചെയ്തിട്ടില്ല, ക്ലിയറാണ്. അതേപോലെ തന്നെ വണ്ടിയുടെ സർവീസ് ബുക്ക് കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇനി ബാക്കി പിന്നെ നമുക്ക് കുറച്ച് രജിസ്ട്രേഷനുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളും കൂടി ആവശ്യം വരും. അപ്പോൾ അതെല്ലാം പാടെ ചേർത്ത് നമ്മൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഇത് അൺയൂസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ആണ്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. കവർ പോലും പൊട്ടിച്ചിട്ടില്ലെന്ന്
നമുക്ക് പറയാം. ഒരു കീ അവിടെ വണ്ടിയുടെ കൂടെ തന്നെ നമ്മൾ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ കസ്റ്റമർക്ക് അവിടുന്ന് അവർ വന്ന് ഡെലിവറി എടുക്കുക ചെയ്തത്. അവർ ഡെലിവറി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കണ്ടു, കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി, ഒരു ടോക്കൺ കൊടുത്തു. ഞാൻ പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് എനിക്ക് പോരാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിരുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു. പിന്നെ ഇദ്ദേഹമാണ് അവിടെ വന്ന് വണ്ടി മേടിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവിടുന്ന് ബൈ റോഡ് ഓടിച്ചാണ് വന്നത് അല്ലേ. അങ്ങനെ ഓടിച്ച് വന്ന് ഇവിടെ എത്തി നമ്മുടെ രതീഷേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അവർ വണ്ടി ഫേസ് ലിഫ്റ്റ് ഒന്ന് ചെയ്തു. അത് ഫ്രണ്ടിൽ ഇതൊന്ന് മാറ്റി, പിന്നെ വണ്ടി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തു എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വണ്ടി അവിടെ നിന്ന് എടുത്ത് ഇതുവരെ കൊണ്ടുവന്ന ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡീലിങ്സ് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് കസ്റ്റമർ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് രാജേഷ്. എനിക്ക് വേണ്ടിയല്ലത്, എൻ്റെ ഒരു കസിന് വേണ്ടിയാണ്. അരവിന്ദ് സജീവ് എന്ന് പറഞ്ഞൊരു പയ്യന് വേണ്ടി. അവൻ പുറത്താണ്. അപ്പോൾ അവനാണ് എന്നോടിങ്ങനെ അജുവിൻ്റെ കാര്യം ഉദ്ദേശിച്ചത്. ഇങ്ങനെ യൂട്യൂബിൽ കണ്ടുള്ള പരിചയമാണ്. ഇങ്ങനെ നല്ല അവനും ഒരുപാട് അവൻ ചെക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ജെന്യൂനിറ്റി കുറച്ചും കൂടി ഉള്ളത് ഇങ്ങനെ അജ്മൽ എന്നാണ് പറഞ്ഞവൻ. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ ഡൽഹിക്ക് 10th ബുക്ക് ചെയ്തത്. ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ അജുവിനെ ഞാൻ വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. ഒരു വണ്ടി ഇങ്ങനെ പെൻഡിങ് ഉണ്ടെന്ന് നേരത്തെ പോയി കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ എന്നാൽ ശരി നോക്കാമെന്ന് പറഞ്ഞു. ഒരു 1 അവറിനുള്ളിൽ സംഗതി ഞങ്ങൾ 1 അവർ എടുത്തില്ല, അരമണിക്കൂറിൽ സംഗതി ഓർഡർ കൺഫേം ചെയ്ത് അവിടെ ചെന്ന് നോക്കി ഇത് ചെയ്തു. അപ്പം തന്നെ പൈസ അഡ്വാൻസ് കൊടുത്ത് നമ്മളത് ചെയ്യത്. ഞാൻ പോരുന്നതിൻ്റെ തൊട്ട് തലേന്നായി പോയി. നമ്മൾ ഓൾറെഡി നമുക്ക് കൃഷ്ണ ഓർഡർ ഉണ്ടായിരുന്നു, വേറെ വണ്ടികൾ എടുത്തായിരുന്നു. ഒരു 3 കൃഷ്ണ നമ്മൾ പ്രാവശ്യം പോയപ്പോൾ എടുത്തായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച വണ്ടിയായിരുന്നു. നമ്മുടെ ഭാഗ്യത്തിന് അത് പോകാൻ നമുക്ക് കിട്ടുകയും ചെയ്തു. എന്നിട്ട് ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾ അവിടെ വന്ന് ചെയ്തെടുക്കാം. അവിടെ നിന്ന് പേയ്മെൻറ്റൊക്കെ കുറേ 2 പ്രാവശ്യമായിട്ട് ചെയ്ത് അവിടെ വന്ന് പിന്നെ എടുക്കുക ചെയ്തത് വണ്ടി. ഡൽഹിയിൽ വന്ന് ഞാൻ എടുക്കുക ചെയ്തത്. പിന്നെ ബൈ റോഡ് അവിടുന്ന് നേരെ ഓടിച്ചിങ്ങ് പോന്നു. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി അവിടെ നിന്ന് ഓടിച്ചു? വണ്ടി നല്ല പുതിയ വണ്ടി പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം യാതൊരു സ്ട്രെയിനും ഉണ്ടായില്ല. കാരണം ഞാൻ ഫസ്റ്റ് ആദ്യത്തെ ദിവസം 970 കിലോമീറ്റർ ഓടി, രണ്ടാമത്തെ ദിവസം കൊണ്ട് 1600 ചില കിലോമീറ്റർ ഓടി നേരെ ഇങ്ങ് പോരി ചെയ്ത്. കാരണം അങ്ങനെ ഒരു ഇതൊന്നും വന്നില്ല, ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല സുഖമായിട്ട് തന്നെ ഓടിച്ചു തോന്നുന്നു. വളരെ കംഫർട്ടായിരുന്നു. മൊത്തത്തിൽ വണ്ടി എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ? വണ്ടി നന്നായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ അറിവിൽ എൻ്റെ ഇതിൽ നല്ല ഇത് തന്നെയായിരുന്നു ഇത്. അത്യാവശ്യം മൈലേജ് കിട്ടിയിരുന്നു. നോക്കി ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടായിരിക്കും, എന്തായാലും നല്ല മൈലേജ് കിട്ടി. ഇവിടെ വന്നിപ്പോൾ അത്യാവശ്യം പെയിൻറ്റിങ് ചെറിയ ടച്ച് വർക്കൊക്കെ ചെയ്ത് ഗംഭീരമാക്കി വണ്ടി. ഫേസൊക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ നമ്മുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു? സർവീസൊക്കെ നല്ല ഇതായിരുന്നു, നല്ല സർവീസും കാര്യങ്ങളാണ്. എന്താ പറയുക, എല്ലാവരും വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്തത്. എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെയുള്ള യാതൊരു പരിചയവും ഒന്നുമില്ല. ഒരു പരിചയമില്ലാണ്ടാണ് ഞങ്ങൾ പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് ഇതൊക്കെ എല്ലാം ഗംഭീരമായിട്ട് തന്നെ നടന്നു. ഇപ്പോൾ ഇപ്പോൾ 3-5 ദിവസമായി. ഇപ്പോൾ വണ്ടി റെഡി ആയിട്ട് നല്ല റെഡി ആയതാണ്. എനിക്ക് ഇന്നാ വരാൻ പറ്റുള്ളൂ. വണ്ടി എടുത്തു, ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, ശരി. നിങ്ങൾ കേട്ടല്ലോ, അതാണ് ഇപ്പോൾ കസ്റ്റമർ റിവ്യൂ. അവരവിടുന്ന് ബൈ റോഡ് ഓടിച്ച് വന്ന് നിലവിൽ ഈ വണ്ടിയിൽ നമ്മൾ ഈ പറഞ്ഞ ലെവൽ ഫേസ് ലിഫ്റ്റും കാര്യങ്ങൾ ചെയ്തോളൂ. ഇനി ഓൾറെഡി ഫുള്ളായിട്ട് കമ്പനി ഷോറൂം സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ്, വേറെ റീപ്ലേസ്മെൻറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി ബാക്കി സർവീസും തന്നെ ഇവിടെ ടയോട്ടയിൽ നിപ്പോണിലല്ലേ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിപ്പോണിൽ ബുക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അവിടെ കൊടുത്ത് തന്നെ ബാക്കി മെക്കാനിക്കലി കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് വിശേഷം. ഇതുപോലെ തന്നെ ഡൽഹി, ഹരിയാന, UP, പഞ്ചാബ് ഭാഗങ്ങളിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് വീഡിയോയുടെ സൈഡിനകത്തും കൊടുത്തുള്ളത്. അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഏത് കമ്പനിയുടെ ഏത് ഇയറിൽ കിടക്കുന്ന ഏത് വാഹനം എന്നില്ല, നിങ്ങളുടെ മനസ്സിലൊരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ഉണ്ടോ, ഇത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൈസും പറഞ്ഞുതരും. പിന്നീട് നിങ്ങൾ എനിക്കൊരു ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പോയി നോക്കി ചെക്ക് ചെയ്ത് വണ്ടിയിൽ എടുത്ത് തരികയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ മേടിച്ച് മറിച്ച് വിൽക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഓർഡർ പ്രകാരം നമ്മൾ പോയി നോക്കി എടുക്കുക ചെയ്യുന്നത്. ഞാനൊരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്, നമ്മൾ ഇന്നോവ, ഇറ്റിയോസ്, ലിവ, കൊറോള ആൾട്ടിസ്, ടാറ്റയുടെ സഫാരി സ്റ്റോമും, മഹേന്ദ്രയുടെ താർ, അതുപോലെ ചെറുവാഹനങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ചിലതൊന്നും ഇപ്പോൾ അവിടെ നല്ലത് കിട്ടാനില്ലാത്തതുകൊണ്ടും ചിലത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്പർ ആക്കുമ്പോൾ കേരള വണ്ടിയുടെ വിലയുടെ മേലെ പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ അതിനെ വാട്സപ്പിനകത്ത് ബന്ധപ്പെട്ടാൽ മതി എങ്ങനെയെന്നുള്ളത്. പിന്നെ ഞാനൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, നമുക്കിപ്പോൾ ഈ വണ്ടി എടുത്തതിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മേടിച്ച വില പറയണോ? വാങ്ങിച്ച വില പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മൾ വാങ്ങിച്ചത് 13.2 വാങ്ങിച്ചത്. 140 അടുത്ത് ഓടിയ വണ്ടിയായിരുന്നു. പക്ഷെ വണ്ടി നല്ല സുഖമായിട്ട് തന്നെ ഓടിച്ചു വന്നു. പുതിയ
എനിക്ക് ഓൾറെഡി വണ്ടി ഉണ്ട്, ക്രെറ്റയൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും സുഖമായിട്ട് തന്നെയാണ് ഞാൻ ഓടിച്ചുകൊണ്ട് വന്നത്. ഇതിപ്പോൾ ഇവർക്ക് വണ്ടി ഇവിടുന്ന് കിട്ടിയതിൻ്റെ എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊന്നും നമ്മളതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ഡേറ്റും കൂടി ശ്രദ്ധിക്കുക. ചിലപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ ചിലപ്പോൾ 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ കാണുന്നത്. അപ്പോൾ വില പറയുമ്പോൾ പറയും ഇത്ര വിലയോ എന്നൊക്കെ ചോദിച്ചാൽ കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യം സൂചിപ്പിക്കുന്നു. നോക്കുന്നില്ലല്ലോ, നമുക്ക് നമ്മുടേതായ താല്പര്യം. അത് ഞാനൊരു സംശയമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇതിനും കുറഞ്ഞ വിലക്കുള്ള വണ്ടി ഞാൻ പറഞ്ഞു, കൂടിയ വിലക്കെല്ലാം പറഞ്ഞു. പല വണ്ടികളും ഉണ്ടാവും. ഇതിൻ്റെ വില ഫിക്സ് ചെയ്താരാ, ഞാനാണോ നിങ്ങളാണോ? ഇല്ല, നിങ്ങൾ പറഞ്ഞതിന് നമ്മൾ അങ്ങ് അംഗീകരിക്കുകയില്ല, പിന്നെ വേറൊന്നും ചെയ്തില്ലോ. ഓക്കെ, നമ്മൾ ബാർഗനിങ് രണ്ടുപേരുടെ സൈഡിൽ നിന്ന് ഉണ്ടായല്ലോ. രണ്ടുപേരുടെ സൈഡിലുണ്ടായി. അവർ 20,000 അവർ എന്തോ കുറച്ച് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ അന്വേഷിക്കുക, പിന്നെ ഒരുപാട് അന്വേഷിക്കുക, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതങ്ങനെ റിവ്യൂ. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പറ്റിക്കപ്പെടുന്നു അങ്ങനെയുള്ള ഫീലിംഗ് നമുക്കില്ലല്ലോ. ഇല്ല. ഓക്കെ, നമ്മൾ എല്ലാം അങ്ങനെ തന്നെ പോകും. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.